അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ 20-ാമത്തെ ആയത്താണ്, ഹദീദിലെ 20-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തിൻ്റെ ഫുള്ള് അർത്ഥം നോക്കിയിരുന്നു, പിന്നെ ആയത്തിൻ്റെ ആദ്യ ഭാഗവും എടുത്തിരുന്നു. അപ്പോൾ ആ ആദ്യ ഭാഗം നമ്മൾ എടുത്തതിൻ്റെ അർത്ഥം നോക്കാം. യഅലമു അല്ലേ, യഅലമു എന്താണ് അർത്ഥം? നിങ്ങൾ അറിയണം. എന്തറിയണം? അന്നമൽ ഹയാത്തുദ്ദുന്യ, 20-ാമത്തെ ആയത്ത് കേട്ടോ. അന്നമൽ ഹയാത്തുദ്ദുന്യ എന്താണ് അറിയാൻ പറഞ്ഞത്? ഹയാത്തുദ്ദുന്യ, ഇഹലോക ജീവിതം, ഐഹിക ജീവിതം എന്നത് എന്താണ്? ലഅബുൻ, 5 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ലഅബുൻ കളിയാണ്, ലഹവുൻ വിനോദമാണ്, വസീനത്തുൻ എന്താണ് അലങ്കാരമാണ്, വതഫാഖുറും ബൈനക്കും പരസ്പരം പൊങ്ങച്ചം നടിക്കുക, എന്താണ് പറഞ്ഞ നമ്മൾ ദുരഭിമാനം നടിക്കൽ, വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലുമാണ്. അപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ലഅബും ലഹുവും. ആ 2 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ലഅബും ലഹുവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലഹു എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് അശ്രദ്ധമാക്കുന്നത് ശാരീരികമായിട്ടുള്ളതാണെങ്കിൽ അതെന്താണ്? ലഅബുൻ. മാനസികമായിട്ടാണെങ്കിൽ ലഹു. നമ്മൾ പറഞ്ഞു ഒരു കളി കാരണമായിട്ട്, നമ്മൾ ഏർപ്പെട്ട ഒരു കാര്യം കാരണമായിട്ട് നമസ്കാരം തന്നെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് എന്ത് കാരണമായിട്ടാണ്? ലഅബ് കാരണമായിട്ടാണ്. ലഹു ആണെങ്കിൽ എങ്ങനെ വരും? നമസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ എന്തില്ല, മനസ്സ് നമസ്കാരത്തിലില്ല. അപ്പോൾ അതാണ് ലഅബും ലഹുവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മുഫസ്സിറുകൾ പറഞ്ഞത്. വസീനത്തുൻ അലങ്കാരമാണ്, വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് കുട്ടിക്കാലം മുതൽ തുടങ്ങണം. ലഅബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടി മുതൽ തുടങ്ങും. ലഹു എവിടെ നിന്നാണ് തുടങ്ങുക? കുറച്ച് വലുതായി ബാല്യത്തിലെത്തിക്കഴിഞ്ഞാൽ. സീനത്ത് അലങ്കാരം എപ്പാണ് ഒരു മനുഷ്യന് തോന്നി തുടങ്ങുക? യുവത്വത്തിലാണ്. പിന്നെ തഫാഖുർ കുഹൂലത്തിൽ എന്ന് പറഞ്ഞാൽ, കുഹൂലത്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ്, ഇടയ്ക്കുള്ള പ്രായം, അതിനെന്താ പറയല്, വാർദ്ധക്യത്തിൻ്റെ മുമ്പ്. പിന്നെ തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, ആ പെരുപ്പം കാണിക്കൽ സാധാരണ ഏത് സമയത്താണ് ഉണ്ടാവാന്ന് പറഞ്ഞു? അതെ, വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ അതിന് ബാക്കി നോക്കാം. ക മസലി ഖൈസിൻ, ഐഹിക ജീവിതം എന്താണെന്ന് പറഞ്ഞു. അതിന് അള്ളാഹു ഒരു ഉദാഹരണം പറയണം. ക പോലെ, മസൽ എന്ന് പറയുന്ന ഉദാഹരണമാണ്. ഉദാഹരണം പോലെ. എന്തിൻ്റെ ഉദാഹരണം പോലെയാണ്? ഖൈസ്. എന്താണ് ഖൈസ് എന്ന് പറഞ്ഞാൽ? സാധാരണ മഴക്കാണ് ഖൈസ് എന്ന് പറയാം. എന്താണ് ഖൈസിന് അറബിയിൽ അർത്ഥം കൊടുത്തത്? മത്തറുൻ തുമ്പിത്തു ബിഹിൽ അർദു വതസൂലു ബിഹി ശിദ്ദത്തു. ഉപകാരപ്രദമായ മഴക്കാണ് സാധാരണ അറബി ഭാഷയിൽ ഖൈസ് എന്ന് പറയും. അതായത് ഭൂമിയെ മുളപ്പിക്കുകയും പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള മഴ, അതായത് കൃഷി മുളക്കാനും. ഇനി എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ എന്ത് ഇതിലാണ് അള്ളാഹു മഴയെ അയക്കുന്നത് എന്ന് സൂറത്ത് ശൂറയിൽ പറയുന്നുണ്ട്. എന്താണ്? വഹുവല്ലദീ യുനസ്സിലുൽ ഖൈസ, അവിടെ ഖൈസ് പറയുന്നുണ്ട്. അപ്പോൾ ഉപകാരപ്രദമായ ഈ മഴയെ അള്ളാഹുവാണ്, അവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. എപ്പോഴാണ്? മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു, മനുഷ്യൻ നിരാശപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു അവൻ. ആര്? ഈ മഴയിലൂടെ. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കാരണമായിട്ടാണ് മറ്റു പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. വഹുവൽ വലിയുൽ ഹമീദ്, അവനെന്താണ്? സ്തുത്യർഹനായ രക്ഷാധികാരിയാണ്. അതെവിടെ പറഞ്ഞു? സൂറത്ത് ഷൂറയിൽ 28-ാമത്തെ ആയത്തായിട്ട് പറഞ്ഞു. അപ്പോൾ ക മസലി ഖൈസിൻ, ഒരു മഴയുടെ ഉദാഹരണം പോലെയാണ് ഏത്? ഐഹിക ജീവിതം എന്നത് എത്തിയിട്ടില്ല. എന്താണ്? അഅജബൽ കുഫാറ നബാത്തുഹു. എന്താണ് നബാത്ത് എന്ന് പറഞ്ഞാൽ? ചെടി എന്ന് പറഞ്ഞു അല്ലേ? അന്നബാത്തു നാശിഉ അൻഹു, അതായത് മഴ മൂലമുണ്ടാകുന്ന, മഴ കാരണമായിട്ട് മുളക്കുന്ന ചെടി എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെടിയാണ് യഥാർത്ഥത്തിൽ എന്ത്
ഐഹിക ജീവിതത്തിൻ്റെ ഉപമയായിട്ട് പറഞ്ഞത്. ആ ചെടി എങ്ങനെ ഉണ്ടാകുന്നു? ആ ഗൈസ് മുഖേന, മഴ മുഖേനയാണ്. അപ്പോൾ കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാ തൂഹുവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അവസാനം അജബൽ കുഫാ റാണറുവാണ് കുഫാറ. അപ്പോൾ ശരിക്കും മഫൂലും ബിഹി ശേഷമാണ് വരേണ്ടത്. മുന്തിച്ചത് എന്തിനാണ്? അത്രയും അത്ഭുതപ്പെടും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഇവിടെ കാഫിർ കൊണ്ട് ഉദ്ദേശം? ആജബൽ കുഫാറ, അത്ഭുതപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി, അല്ലെങ്കിൽ ഇസ്തഹ്സിനു എന്നാണ് അറബി ഭാഷയിൽ അതിന് അർത്ഥം കാണുക. ആജബു എന്ന് പറഞ്ഞാൽ അവർക്കത് നന്നായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ ആ നന്നായിട്ട് വന്നതുകൊണ്ടാണ് എന്ത് തോന്നിയത്? അത്ഭുതം തോന്നിയത്. ഇത്രയും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ആരാണ് ഈ കാഫിർ? ഇബ്നു മസ്ഊദ് പറയാണ്, അന്നൽ കുഫാറു അസ്സുറാ. ആരാണ്? കർഷകരാണ്, കൃഷിക്കാരാണ്. ജംഉ കാഫിറിൻ, കാഫിർ എന്നതിൻ്റെ ജമ്മാണ്. വഹുവ സുറാഉ ലിഅന്നഹു യക്ഫുറു സരീഅത ബിതുറാബിൽ അർദ്. എന്ത് കാരണത്താലാണ്? അവർ വിത്ത് കൊണ്ടുപോയിട്ട് ഇടുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്, മണ്ണിൻ്റെ അടിയിലാണ്. ഭൂമിയുടെ മണ്ണ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. അൽ വൽ കഫർ, കഫർ എന്ന് പറഞ്ഞാൽ ബിഫത്ഹൽ കാഫ് അസത്ര എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക. കഫർ എന്ന് പറഞ്ഞാൽ, അപ്പം കഫറൊക്കെ എന്തോർത്തുണ്ട്? മൂടി വെക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ വിത്ത് മണ്ണിൻ്റെ അടിയിൽ മൂടി വെക്കുകയാണ്, ഒളിച്ചു വെക്കുകയാണ്. ആ അർത്ഥത്തിലാണ് അത് കാഫിർ എന്ന് വന്നത്. അതാണ് ആരാ അഭിപ്രായം? ഇബ്നു മസ്ഊദിൻ്റെ അഭിപ്രായം. ഇനിയോ കർഷകരെന്ത് ചെയ്യുന്നു? ഇത് കാണുമ്പോൾ, ചെടികൾ മുളക്കുന്ന കാണുമ്പം അവരെ ആശ്ചര്യപ്പെടുന്നത് പോലെ അവിശ്വാസികൾ എന്ത് കാണുമ്പോഴാണ് ആശ്ചര്യപ്പെടുന്നത്? ഐഹിക ലോകം കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നത്. ആ ഐഹിക ലോകത്തെയാണ് ഏതിനോട് ഉപമിച്ചത്? അല്ലെങ്കിൽ ചെടിയെയാണ് ഐഹിക ലോകത്തോട് ഉപമിച്ചത്. എന്നാൽ ഉസൈമിനെ പോലെ ചില പണ്ഡിതന്മാർ പറയുന്നത് വൽ കുഫാറുഹുമുൽ കാഫിറൂന ബില്ല, അള്ളാഹുവിൽ അവിശ്വസിച്ചവരെ കൊണ്ടാണ്. ലിയന്നൽ കാഫിറ തഅജ്ജബഹു ദുനിയ വയഫ്റഹു ബിഹ വയസുറു ബിഹ. എന്താണ്? അവിശ്വാസികൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ദുനിയാവിനോട് എന്ത് ചെയ്യുന്നത്? അത്ഭുതം, ആശ്ചര്യപ്പെട്ട് കാണുന്നത്. വയഫ്റഹു ബിഹ, അതിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. വ ഖൽബുഹു മുതഅല്ലിഖും ബിഹ ലൈസ ലഹ ഹമ്മുൻ ഇല്ലാമാ യറാഹു മിൻ സീനതിഹ വലഹ്വിഹ. എന്താണ് കാരണം? അവരുടെ ഹൃദയം, കാഫിറുകളുടെ ഹൃദയം എപ്പോഴും എന്തായിട്ടായിരിക്കും ബന്ധപ്പെട്ട് കിടക്കുക? ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. ലൈസ ലഹു ഹമ്മുൻ, അവർക്ക് ചിന്ത ഉണ്ടാവില്ല. എന്ത്? ഇല്ലാമാ യറാഹു മിൻ സീനതിഹ വലഹ്വിഹ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ അലങ്കാരം. ഏതിൻ്റെ? ഐഹിക ലോകത്തിൻ്റെ അലങ്കാരത്തിലും അതിലെ വിനോദങ്ങളിലുമായിരിക്കും ആരുടെ ചിന്ത ഉണ്ടാവുക? അവിശ്വാസികളുടെ ചിന്ത ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് അഭിപ്രായമാണുള്ളത്. പക്ഷേ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം എന്ത് തന്നെയാണ്? കാഫിർ എന്ന് പറഞ്ഞാൽ കർഷകനാണ്. അപ്പോൾ എന്താ അർത്ഥം പറയാം? ക മസലി ഗൈസിൻ, ഒരു മഴയുടെ ഉദാഹരണം പോലെയാണ്, അല്ലെങ്കിൽ ഒരു മഴ പോലെയാണ്. അജബൽ കുഫാറ, അത് കർഷകരെ, അതെന്നല്ല, കർഷകരെ അത്ഭുതപ്പെടുത്തി. എന്താണ് അത്ഭുതപ്പെടുത്തിയത്? നബാത്തുഹു, ആ ഹൂ ഏതിലേക്കായിരിക്കും മടങ്ങുന്നത്? മഴയിലേക്കാണ്. ആ മഴ മൂലമുണ്ടായ ആ ചെടി ആരെ അത്ഭുതപ്പെടുത്തി? കുഫാറുകളെ, അതായത് കർഷകരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെയോ സുമ്മ യഹീജു, പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. യഅബസു വയജുഫു, ഉണങ്ങുന്നു, വരണ്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ഹാജ എന്ന്, ഹാജത്തു രീഹ് എന്ന് പറയും. കാറ്റ് പ്രക്ഷുബ്ധമായി എന്ന് പറയില്ല നമ്മൾ, അതിന് ഹാജ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഈ വാടുന്നത് എപ്പോഴാണ്? പച്ചപ്പിൽ നിന്നിട്ടാണ് പെട്ടെന്ന് അത് വാടിപ്പോകുന്നത്. അപ്പോൾ വാടുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരു പൊട്ടിത്തെറി, എക്സൈറ്റ്മെൻറ്റ് എന്നെല്ലാം കാണാൻ. ഹൈജാൻ എന്ന് പറയും. അൽ ഇൽത്തിറാബ് വസൗറാൻ, പ്രക്ഷുബ്ധതയും പൊട്ടിത്തെറിയാണ്. അപ്പോൾ സുമ്മ യഹീജു, പിന്നെ അത് വാടിപ്പോകുന്നു, അല്ലെങ്കിൽ ഉണക്കം ബാധിക്കുന്നു. ഫ തറാഹു മുസ്ഫറൻ, ഫ അപ്പോൾ തറാഹു, നിങ്ങൾ അതിനെ കാണും, അല്ലെങ്കിൽ നിനക്കതിനെ കാണാം. എന്തായിട്ട്? മുസ്ഫറ, നമ്മൾ പറഞ്ഞല്ലോ അർത്ഥല്ലേ, മുസ്ഫറ, മഞ്ഞ നിറം പൂണ്ടതായിട്ട് നിനക്ക് അതിനെ കാണാം. അപ്പോൾ പച്ചയായിട്ട് വളർന്ന് നിൽക്കുന്ന ഒരു ചെടി എന്തായിട്ട് പോവാണ്? വാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് നിറത്തിലാണ് കാണുന്നത്? മഞ്ഞ വർണ്ണം.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെടി ആദ്യം മുളച്ചു. ഏതിനോടാണ് ഉപമിച്ചത്? മനുഷ്യനാണ്, ഐഹിക ജീവിതമാണ്, അല്ലെങ്കിൽ ഐഹിക ലോകമാണ്. മനുഷ്യന് മുളക്കുന്നു ചെറുതിൽ. എന്നിട്ട് പച്ചപ്പിൽ എപ്പോഴാണ് നിൽക്കുക? ബാല്യം, അത് കഴിഞ്ഞ് യുവത്വം വരെ പച്ചപ്പിൽ നിൽക്കും. പിന്നെ വാടാൻ തുടങ്ങും. മഞ്ഞ നിറമുള്ളതായി എന്ന് പറഞ്ഞാൽ പിന്നെന്ത് തുടങ്ങി? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ അലാറം അടിക്കാൻ തുടങ്ങി. എന്ത് സമയമായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതാണ് ആ മഞ്ഞ നിറം. എന്നിട്ടെന്താവും? അതോടെ എന്തായി? ആ പച്ചപ്പും ചുറുചുറുക്കും എല്ലാം പോയി നാശത്തിൻ്റെ തുടക്കമായി. മനുഷ്യന് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. യുവത്വത്തിൻ്റെ തിളപ്പും മറ്റേതുമെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഈ കാറ്റിനെ കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്തുർ റൂമിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഞ്ഞ നിറം കാണുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? നമ്മളിപ്പോൾ അസുഖങ്ങൾ വരാൻ തുടങ്ങി, യുവത്വം കഴിഞ്ഞ് അസുഖങ്ങൾ വരാൻ തുടങ്ങിയാൽ എന്താണ് നമ്മൾ ആദ്യം ചിന്തിക്കുക? മരണത്തെ പറ്റി ഓർക്കും. എന്നിട്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണത്? പടച്ചവനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതായത് പടച്ചവനെ ഓർക്കാനുള്ള ഒരു അടയാളാണത്. യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം നന്ദി കാണിക്കാനുള്ള അവസരമാണത്. അത് പടച്ചവൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്തുർ റൂമിലെ 51-ാമത്തെ ആയത്തിൽ, വല ഇൻ അർസൽനാ റീഹൻ, ഇനി നാം ഒരു കാറ്റ് അയച്ചു, ഫറഔഹു മുസ്ഫറൻ, എന്നിട്ട് അവരതിനെ എന്തായിട്ട് കാണും? മഞ്ഞ നിറമുള്ളതായിട്ട് കണ്ടാൽ, കേൾക്കണം, ലവല്ലു മിൻ ബഅദിഹി യക്ഫുറുൻ, അതിന് ശേഷവും അവർ നന്ദികേട് കാണിക്കുന്നവരായി കൊണ്ടേയിരിക്കുന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? പടച്ചവൻ അവിടെ എതിര് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമായി കണ്ടിട്ടും കൂടി അവരെന്ത് ചെയ്യുന്നു എന്നാണ്? നന്ദികേട് കാണിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പടച്ചവൻ ആവശ്യപ്പെടുന്ന എന്താണ്? ആ മഞ്ഞ നിറം കാണിച്ചു തരുന്നത് നന്ദി കാണിക്കാനുള്ള ഒരടയാളാണ്. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ചുറുചുറുക്ക് അവസാനിക്കുമ്പം എന്തിൻ്റെ ലക്ഷണമാണത്? പടച്ചവൻ എന്താവശ്യപ്പെടുകയാണ്? നന്ദി കാണിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് എന്ത് പറഞ്ഞത്? വാർദ്ധക്യത്തിലുള്ള, അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച വൃദ്ധനായ വ്യഭിചാരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അള്ളാഹു അവനെ നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? യുവത്വത്തിൻ്റെ ന്യൂനതകളിൽപ്പെട്ടതാണ് വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട്. വാർദ്ധക്യത്തിൽ എത്തിയിട്ടും അങ്ങനെയാണെങ്കിൽ എന്താണ്? അയാളുടെ സ്വഭാവം അത്രയും മോശമായതുകൊണ്ടാണ്. അപ്പോൾ ആ മഞ്ഞ നിറം കണ്ടിട്ടും നന്ദി കാണിക്കാനുള്ള ഒരു അവസരം പടച്ചോൻ തരികയാണ്. സുമ്മ യക്കൂനു ഹുത്താമ. അപ്പോൾ എവിടെ എത്തി? കമസലി ഗൈസിൻ, ഒരു മഴയുടെ ഉദാഹരണം പോലെയാണ്. കമസലി ഗൈസിൻ ആജബൽ കുഫാറ നബാത്തുഹു. എന്താണ്? കർഷകരെ, അതിലെ ചെടി, അല്ലെങ്കിൽ അത് മുഖേന, മഴ മുഖേന മുളക്കുന്ന ചെടി കർഷകരെ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെടുത്തി. പിന്നെ എന്താണ്? സുമ്മ യഹീജു, പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. ഫതറാഹു മുസ്ഫറ, പിന്നീട് അതിനെ എന്തായിട്ട് കാണാം? മഞ്ഞ നിറം പൂണ്ടതായിട്ട് കാണാം. അപ്പോൾ ആ മഞ്ഞ നിറം പൂണ്ടതായിട്ട് കാണാം എന്ന് പറയുന്നിടത്ത് മനസ്സിലാക്കേണ്ടത് അത് എന്തിൻ്റെ ലക്ഷണമാണ്? പടച്ചവൻ നന്ദി കാണിക്കാൻ ഒരു അവസരം തരികയാണ് എന്ന് മനസ്സിലാക്കണം. സുമ്മ യക്കൂനു ഹുത്താമൻ, പിന്നീട് അത് തുരുമ്പായി പോകുന്നു. എന്താണ് ഈ ഹുത്താം എന്ന് പറഞ്ഞാൽ? ഐ കുസിറ കത്ത അന്നാണ്, തുരുമ്പായി പോകുന്നു. അതായത് പൊടിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ ഉണങ്ങിയിട്ട് ഇതായി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ പച്ചപ്പിലുള്ള സമയത്ത് ഇങ്ങനെ ഒടിഞ്ഞൊന്നും വരില്ല, ഒരു ഫ്ലെക്സിബിൾ ഉണ്ട്, പൊട്ടൂല അത് പെട്ടെന്ന്. നേരെ മറിച്ച് തുരുമ്പിച്ചാൽ എന്താവും? ഒന്ന് കൈവച്ചാൽ മറ്റേ പപ്പടം പോലെ ആവും, അല്ലേ? പൊടിഞ്ഞു പോകും. ഈ സൂറത്ത് നംലിൽ ഹത്താ ഇദാ തൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലു യാ അയ്യുഹൻ നംലു ഉദ്ഖുലു മസാകിനക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കയറിക്കൊള്ളുക. എന്നിട്ട് പറയുന്നത് ലാ യഹ്തിമന്നക്കും സുലൈമാൻ, സുലൈമാൻ എന്ത് ചെയ്യാതിരിക്കട്ടെ? നിങ്ങളെ ചതച്ചരക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെയും ഹത്തമ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതാണ് ഹത്തമ എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചായിരിക്കും? തുരുമ്പി പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശം? ഏതിനോടാണ് ഉപമിക്കുന്നത്? നശിപ്പിച്ചു കളയുക. നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നാശം എപ്പോഴാണ്? അപ്പോൾ ആ മഞ്ഞ വർണ്ണം പൂണ്ടതായതിനു ശേഷം പിന്നെ എപ്പോഴും എന്ത് പ്രതീക്ഷിക്കണം? തുരുമ്പിക്കുന്ന ഒരു അവസ്ഥ പ്രതീക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ മരണം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ മഞ്ഞ വർണ്ണമായത് മുതൽ എന്താണ്? അതിനുള്ള അവസരമാണ് എന്നർത്ഥം.
ഫളറബ മസലുൽ ഹയാത്തി ദുനിയ ലി അത്വാരി മാ ഫീഹ മിൻ ശബാബിൻ വ കുഹൂലത്തിൻ വ ഹർമിൻ ഫഫന. എന്താണ്? മനുഷ്യ ജീവിതത്തിലെ തട്ടുകളാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഈ ഉദാഹരണത്തിലൂടെ. എന്താണ്? മാ ഫീഹ മിൻ ശബാബിൻ, ആ ജീവിതത്തിൽ എന്തുണ്ട്? ആ ഘട്ടങ്ങളിൽ എന്തുണ്ട്? യുവത്വത്തിൻ്റെ ഘട്ടമുണ്ട്. വ കുഹൂലത്തിൻ, എന്താ ഇനി പറയാം, മധ്യവയസ്ക് അല്ലേ, മധ്യവയസ്സ്. വ ഹരിമിൻ, എന്താണ്? വാർദ്ധക്യം. ഫനാ, പിന്നെന്താണ്? പിന്നെ നാശമാണ്. അതാണ് മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പോൾ ആ കൃഷീൻ്റെ ഫലം എന്തായി തീർന്നു? കൃഷി ചെയ്തു, അത് മുളച്ചു, എന്നിട്ട് അത് വിടർന്നു നിന്നു, പിന്നെ മഞ്ഞ നിറം കൊണ്ടതായി, പിന്നെന്തായിപ്പോയി? നശിച്ചു പോയി. അപ്പോൾ എന്താണ് അതിൻ്റെ ഫലം? ക്ഷയവും നാശവുമാണ്. ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. അതിലെ കൊട്ടാരങ്ങളായാലും എന്ത് അനുഗ്രഹങ്ങളായാലും വാഹനങ്ങളും സമ്പത്തും സന്താനങ്ങളും എല്ലാം എന്ത് ചെയ്യും? മനുഷ്യൻ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. പക്ഷെ മനുഷ്യനെന്ത് സംഭവിക്കും? മനുഷ്യനും സംഭവിക്കും, ആ കാണുന്ന വസ്തുക്കൾക്കും എന്ത് സംഭവിക്കും? ഒരു നാശം സംഭവിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വാർദ്ധക്യത്തിന് ശേഷം മരണം. ഇനി വാർദ്ധക്യം വരെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ? അതുമില്ല. ആ ഘട്ടത്തെക്കുറിച്ച് സൂറത്ത് ഗാഫിറിൽ 67-ാമത്തെ ആയത്തിൽ പറയുന്നത് ഹുവല്ലദീ ഖലഖക്കും മിൻ തുറാബിൻ. തുടങ്ങുന്നത് നോക്കണം, എവിടുന്നാണ്? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ എത്ര അവൻ. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ഭ്രൂണത്തിൽ നിന്നും. സുമ്മ മിൻ അലക്കത്തിൻ, പിന്നീട് എന്തിൽ നിന്നാണ്? ഭ്രൂണമല്ല, നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജകണത്തിൽ നിന്ന്, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്. സുമ്മ യുഖ്രിജുക്കും തിഫ്ലൻ, എന്തായിട്ടാണ് വരുന്നത്? അവനെ ഒരു ശിശുവായിട്ടാണ് പുറത്തു കൊണ്ടുവരുന്നത്. തിഫ്ലൻ. സുമ്മ ലി തബ്ലുഗു അശുദ്ധക്കും, പിന്നീട് നിങ്ങളെന്താണ്? പൂർണ്ണ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി അള്ളാഹു വിടുന്നു. സുമ്മ ലി തകൂനു ശുയൂഖൻ, ആ പൂർണ്ണ ശക്തി പ്രാപിച്ചതിന് ശേഷം പിന്നെന്തായിട്ട് മാറി? വയസ്സായി, പ്രായമായവനായി തീരുന്നു, വൃദ്ധനായി തീരുവാനും വേണ്ടി. വമിൻകും യുതവഫ മിൻ ഖബൽ, അപ്പോൾ എല്ലാവരും വൃദ്ധനാവുമോ? ഇല്ല. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് യുതവഫ മിൻ ഖബൽ, അതിന് മുമ്പ് തന്നെ മരിച്ച് മരണമടയുന്നവരുണ്ട്. വലി തബ്ലുഗു അജലം മുസമ്മ, പക്ഷെ എന്താണ്? നിർണിതമായ ഒരു അവധി വരെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. പടച്ചവൻ ഒരു അവധി കണക്കാക്കിയിട്ട്. അപ്പോൾ മാക്സിമം ഏതുവരെ പോയാലും ആ വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെന്താണ്? കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യന് ചുറുചുറുക്കോടെ ജീവിക്കുന്നത്. ആ യുവത്വത്തിൽ 40 കഴിഞ്ഞാൽ പിന്നെന്താണ്? കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാം അല്ലേ? പടച്ചോന് നന്ദി കാണിക്കാൻ അവസരം തരികയാണത്. മുസമ്മൻ വല അല്ലക്കും തഅഖിലുൻ, നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചിന്തക്ക് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് തുടങ്ങിയത്. എങ്ങനെയാണ്? യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം. എന്താണ് ഐഹിക ജീവിതം എന്നത്? ഇത്രയേ ഉള്ളൂ, അത് കുറച്ച് കാലാണത്. എന്നിട്ടോ മറ്റൊരായത്ത് പറയാണ്, സൂറത്ത് റൂമിൽ തന്നെയാണ്. അല്ലാഹുല്ലദി, ഇപ്പോൾ വായിച്ച ആയത്ത് സൂറത്ത് ഗാഫിറിലാണ്. അടുത്ത 54-ാമത്തെ ആയത്തിൽ സൂറത്ത് റൂമിൽ അല്ലാഹുല്ലദി ഖലഖക്കും മിൻ ളഅഫിൻ, അള്ളാഹു ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിൽ നിന്ന്? ദുർബലനായിക്കൊണ്ട്. ജനിക്കുന്ന സമയത്ത് ശക്തിയുണ്ടോ? കുട്ടികൾ എടുത്തു നടക്കണം, സ്വന്തമായിട്ട് നടക്കാൻ പോലും പറ്റില്ല. എന്നിട്ടോ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ, ആ ദുർബലതയ്ക്ക് ശേഷം പടച്ചവൻ എന്താക്കി? നിങ്ങളെ ശക്തനാക്കി. അതാണ് ബാല്യം, പിന്നെ കൗമാരം, യൗവനം. പിന്നെ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ, എന്തായിരിക്കും? ഖുവ്വത്തിൻ ളഅഫൻ വശൈബൻ, എന്താണ്? ആ ശക്തിക്ക് ശേഷം ദുർബലതയും പിന്നെന്തായി? നരയായി. കഴിഞ്ഞ്. യഖ്ലുഖുമായി യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അവന് സൂക്ഷ്മമായി അറിയുന്നവനും സർവശക്തനുമാണ്. മറ്റൊരിടത്ത് അള്ളാഹു ഐഹിക ജീവിതത്തിൻ്റെ ഉപമ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സ് വെച്ച് വായിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രം പ്രശ്നമുള്ളൂ. സൂറത്തുൽ കഹ്ഫിൽ 45-ാമത്തെ ആയത്തിൽ വദ്രിബ് ലഹും മസലൻ, എന്താണ്? നീ അവർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുക. എന്തിൻ്റെ ഉപമയാണ്? മസലൽ ഹയാത്ത്, വദ്രിബ് ലഹും മസലൻ എന്നല്ല, മസലൽ ഹയാത്തി ദുന്യ,
ഐഹിക ജീവിതത്തിൻ്റെ ഉപമ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തുപോലെയാണ്? ബാക്കി ഇന്ന് കഫോദി വരും വലരിബലഹും മസലൽ ഹയാത്തി ദുന്യ കമാഇൻ. എന്തുപോലെയാണ്? വെള്ളം പോലെയാണ്. ഇവിടെ ഉപയോഗിച്ചെന്താണ്? കമസലി ഖൈസിൻ അല്ലേ? ആ വെള്ളം എവിടുന്ന് വരുന്നു? അൻസൽനാഹു മിനസ് സമാഇ, നാം അതിനെ ആകാശത്തു നിന്നും ഇറക്കി. ഫഖ്തലത ബിഹി നബാതുൽ അർള്, അത് എന്തുണ്ടാക്കുന്നു? വിവിധ തരം സസ്യങ്ങളെ അത് ഇടകലർത്തി വളർത്തുന്നു, അല്ലെങ്കിൽ സസ്യങ്ങൾ ഇടകലർന്ന് വളരുന്നു. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ആ സസ്യങ്ങൾ കണ്ടിട്ടാണ് ആരെ അത്ഭുതപ്പെടുന്നത്? ആജബൽ കുഫാറ നബാത്തുഹു, ആ ചെടികൾ കണ്ടിട്ട്, ആ സസ്യങ്ങൾ കണ്ടിട്ട് കർഷകർ അത്ഭുതപ്പെടുകയാണ്. ഐഹിക ജീവിതം കണ്ടിട്ട് മനുഷ്യന്മാർ അത്ഭുതപ്പെടുന്നത് പോലെ അല്ലേ? ഫ അസ്ബാഹ ഹഷീമൻ, അവിടെ നേരിട്ട് ഈ ഘട്ടങ്ങളൊന്നും പറയാതെ നേരിട്ട് ഇവിടത്തേക്ക് എത്തി. ഫ അസ്ബാഹ ഹഷീമൻ, അത് എന്തായിത്തീരുന്നു? തുരുമ്പായിത്തീരുന്നു. ആ തുരുമ്പിലേക്കാണ് നേരെ പോയത്. ആ തുരുമ്പിൻ്റെ പ്രത്യേകത എന്താണ്? തദറൂഹു റിയാഹു, കാറ്റ് അതിനെ എന്ത് ചെയ്യുന്നു? പറത്തി കളയുന്നു. അപ്പം അത്രേ ഉള്ളൂ. അതായത് ചുറുചുറുക്കോടെ നിന്നിട്ട് പിന്നെ തുരുമ്പാകുന്ന സമയത്ത് പിന്നെ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റുന്ന കോലത്തിലാണ്, കാറ്റ് പറത്തിക്കളയുന്ന കോലത്തിലാണ്. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പം ഇത്രയാണ് ഐഹിക ജീവിതത്തിൻ്റെ ഉപമ പറഞ്ഞത്. ഒന്നുകൂടെയൊക്കെ കമസലി ഖൈസിൻ, എന്താ അർത്ഥം? മഴയുടെ ഉദാഹരണം പോലെയാണ്, അല്ലെങ്കിൽ ഒരു മഴയെ പോലെയാണ്. ഏത്? ഐഹിക ജീവിതം. എന്നിട്ടോ ആജബൽ കുഫാറ നബാത്തുഹു, അതിൻ്റെ ചെടികൾ എന്ത് ചെയ്തു? കർഷകരെ ആശ്ചര്യപ്പെടുത്തി. ഏത്? ഐഹിക ലോകം കണ്ടിട്ട്, ദുനിയാവ് കണ്ടിട്ട് മനുഷ്യൻ ആശ്ചര്യപ്പെടുന്നുണ്ട്. പിന്നെ തുമ്മ യഹീജു, പിന്നീട് അത് എന്താകുന്നു? ഉണങ്ങിപ്പോകുന്നു. ഫതറാഹ മുസ്ഫറൻ, നിനക്കതിനെ എന്തായിട്ട് കാണാം? മഞ്ഞ നിറം പൂണ്ടതായിട്ട് കാണാം. സുമ്മ യക്കൂനു ഹുത്താമൻ, പിന്നെ അത് നുരുമ്പിച്ച് തീരുന്നു, എന്ന് പൊടിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ തുരുമ്പിപ്പോകുന്നു. നുരുമ്പിപ്പോവുക, എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് മനസ്സിലാക്കുക ഈ രൂപത്തിലാണ്. വഫിൽ ആഖിറത്ത്, അപ്പോൾ ഐഹിക ജീവിതം അങ്ങനെയാണ്. എന്നിട്ട് പിന്നെന്താണ് പറയുന്നത്? വഫിൽ ആഖിറത്ത്, പരലോകത്തിലുണ്ട്. എന്താണുള്ളത്? അദാബുൻ ഷദീദുൻ, എന്താണ്? കഠിനമായ ശിക്ഷ. ആർക്കാണ് കഠിനമായ ശിക്ഷ? കാഫിറുകൾക്ക്, അല്ലെങ്കിൽ നിഷേധികൾക്ക്. പിന്നെ വ മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ. വ മഗ്ഫിറത്ത്, ആർക്കാണ് മഗ്ഫിറത്ത്? എന്ത്? വിശ്വാസികൾക്ക്. റിദ്വാൻ ആർക്കാണ്? അതും വിശ്വാസികൾക്കാണ്. അപ്പോൾ പരലോകത്തെത്തി കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഐഹിക ജീവിതം സ്വീകരിച്ച ആൾക്കാർക്ക് എന്താണ്? അദാബുൻ ഷദീദാണ്. ഐഹിക ജീവിതത്തോട് വിരക്തി കാണിച്ച ആളുകൾക്ക് എന്താണ്? മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ. മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലുത് വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ ഏത് തന്നെയാണ്? അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അതാണ് മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ. ദാലിക ഹുവൽ ഫൗസുൽ അലീം എന്ന് സൂറത്ത് തൗബയിലെ 72-ാമത്തെ ആയത്തിൽ പറയാണ്. അതത്ര മഹത്തായ വിജയം. അപ്പോൾ ദുനിയാവ് തെരഞ്ഞെടുത്ത ആളുകൾക്ക് എന്താണ്? വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്, കഠിനമായ ശിക്ഷ. ദുനിയാവിനോട് വിരക്തി കാണിച്ച ആളുകൾക്ക് എന്താണ്? വ മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? വമൽ ഹയാത്തു ദുന്യ, ഐഹിക ജീവിതമല്ല, ഇല്ല മത്താ ഉൽ ഖുറൂർ. എന്താണ് മത്താ എന്ന് പറഞ്ഞാൽ? ചരക്ക്, വിഭവം. ഖുറൂർ എന്താണ്? വഞ്ചനയാണ് ഖുറൂർ അല്ലേ? ഏതുപോലെ? നമ്മൾ മുമ്പെന്തോ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ മസ്തറാണ്, ഖറ എന്നതിൻ്റെ മസ്തറാണ് ഖുറൂർ. വഞ്ചനയുടെ വിഭവമല്ലാതെ ഒന്നുമല്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വലാ യഗറന്നകും ബില്ലാഹിൽ ഖറൂർ. അപ്പോൾ ഐഹിക വിഭവങ്ങളിൽ എന്താണ്? മനുഷ്യർ വഞ്ചിതരാകുന്നു. എന്താണ്? മുന്നിലൊരു സുഖം കാണുമ്പോൾ, ആസ്വാദനം കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പരലോകത്ത് അതിൻ്റെ എന്താണ്? പരിണിത ഫലം എന്താണെന്ന് നോക്കാതെ എന്ത് ചെയ്യും? അപ്പം കാണുന്ന വിനോദങ്ങളിലും അപ്പം കാണുന്ന കളികളിലും അപ്പം കാണുന്ന ആസ്വാദനങ്ങൾക്കും പിന്നാലെ പോയിട്ട് പരലോകത്ത് അതിനെന്തുണ്ടാവും എന്ന് നോക്കുന്നില്ല. അപ്പോൾ വിരക്തി കാണിക്കുന്ന ആൾക്കാർ പരലോകത്ത് എന്താണ് എന്ന് കൂടുതൽ ചിന്തിക്കുന്നവരാണ്. ബുഖാരിൽ ഒരു ഹദീസ് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ.
അപ്പോൾ സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം, അത് എന്തിനേക്കാളും ചാട്ടവാറ് വെക്കാൻ എത്ര സ്ഥലം വേണം? ഇത്രയും സ്ഥലം മതി. ഇത്രയും സ്ഥലം എന്താണ്? ദുനിയാവിനേക്കാളും വമാഫീഹ അതിലുള്ളതിനേക്കാളും എന്താണ്? ഹൈറുള്ളതാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ട് ചെറുതല്ലേ, ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അൽ ജന്നത്തു, മറ്റൊന്ന് ഇബ്നു മസ്ഊദിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ബുഖാരിയിൽ കാണാം. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി. നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിൻ്റെ വള്ളിയേക്കാൾ അടുത്താണ് എന്ത്? അൽ ജന്നത്തു, സ്വർഗം. എന്താ ചെരുപ്പിൻ്റെ വള്ളി പറയാൻ കാരണം? വേറെ എന്തൊക്കെ ഉണ്ട്? എല്ലാവരും എക്സ്ട്രാ ആയിട്ട് ഫിറ്റ്. ഇപ്പോൾ കണ്ണട എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, വാച്ച് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ചെരുപ്പ് എല്ലാവരും ധരിക്കും. അപ്പോൾ ആ ചെരുപ്പിൻ്റെ വള്ളിയേക്കാൾ അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ധരിക്കുന്ന കൂട്ടത്തിൽ ഉള്ളത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നാറു മിസലു താലിക്ക, അതും അതിൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടാം, അത്രയും അടുത്താണ്, കിട്ടാൻ എളുപ്പമാണ്. നരകമാണെങ്കിലും അതും അങ്ങനെ തന്നെയാണ്, നരകത്തിൽ പോകണമെന്ന് വിചാരിച്ചാലും പറ്റും. അപ്പോൾ ദുനിയാവിനോട് വിരക്തി കാണിക്കുകയും പരലോകം ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്താൽ ഈ സുഹദിൻ്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒന്ന് ഉലുവുൽ ഹിമ്മ, അത് കേട്ടിട്ടുണ്ട് നിങ്ങൾ? എന്താണ് ഉലുവുൽ ഹിമ്മ എന്ന് പറഞ്ഞാൽ? ഉന്നത ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യം ഉന്നതമാക്കി വെക്കണം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓടുന്ന ബസ്സിൽ ചാടിക്കയറുക എന്ന് പറയും. അപ്പോൾ ബസ്സിന് ഓടിക്കയറാൻ ഇടവരരുത്. എന്ത് ചെയ്താൽ മതി? കുറച്ച് നേരത്തെ എത്തുക. എന്നിട്ട് ബസ് വരുമ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലുണ്ടാവണം, ബസ് അല്ലെങ്കിൽ ട്രെയിൻ വരുമ്പോൾ സ്റ്റേഷനിലുണ്ടാവണം. അതെന്താണ് പറയാൻ കാരണം എന്നറിയാം? ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയം എടുക്കാം. നിസ്കാരത്തിന് നമ്മളെപ്പോഴാണ് പള്ളിയിൽ പോവുക? അവസാനത്തിൽ അല്ലേ? എപ്പോൾ ഇക്കാമത്ത് കൊടുത്താലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് അവൽ തക്ബീറൊന്നും നമ്മൾ സ്വപ്നത്തിലേ ഇല്ല. എന്ത് വേണമെന്നറിയാം? ഇങ്ങനത്തെ ആൾക്കാർ, അവസാന നിമിഷത്തിന് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് നമസ്കാരം നഷ്ടപ്പെട്ടാലും എന്തില്ല, പ്രയാസമൊന്നും, വല്ലാതെ പ്രയാസമൊന്നും തോന്നൂല. ഉണ്ടോ? ഇനി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ, ഓട്ടെ. ഉണ്ടായിരിക്കാം ചെറിയ വയസ്സും. പക്ഷേ അതിനല്ല, അങ്ങനെയല്ല നോക്കേണ്ടത്. എന്താണ്? ഇപ്പം ബാങ്ക് കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് പള്ളിയിലെത്തുന്ന ഒരാൾ, അയാൾ ഒരു ദിവസം അല്പം താമസിച്ചു പോയി, അയാൾക്ക് ഈ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഇതെന്താണ്? വൻപാപങ്ങളിൽ പെട്ടാണ്. ജമാഅത്ത് ഉപേക്ഷിച്ചാൽ ആറാമാണോ ഇല്ലെന്നുള്ള അത് വേറെ വിഷയം. നമസ്കാരം തന്നെ ഒരാൾ ഉപേക്ഷിച്ച് നോട്ടിക്കോ. ഒരാൾ അവസാന നിമിഷം അസർ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് ലോറ് നിസ്കരിക്കുക. അയാൾ എന്തോ ഒരു ഷുഗറിലായിട്ട് ലോറ് നിസ്കാരം പോയി. അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ലോറ് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ലോറ് നിസ്കരിച്ചത്. അത് വൻപാപാണ്, കുഫർ തന്നെയാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എത്തൂല ആരെ സംബന്ധിച്ചിടത്തോളം? ഉലുവുൽ ഹിമ്മത്ത്, ഉന്നത ലക്ഷ്യങ്ങളുള്ള ആൾക്ക്. അയാളെ ലക്ഷ്യം, ഇത് നമസ്കാരം ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് പള്ളിയിൽ എത്തണം, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, തൊട്ടടുത്താണ് പള്ളിയെങ്കിൽ. അപ്പോൾ എന്താണ്? നമസ്കാരത്തിൻ്റെ മുമ്പ് നമ്മളെത്തി ഒരു 10 ആയത്ത് നമ്മൾ ഓതണം, നമ്മൾ നിയത്ത് വെച്ച് നോട്ടാം. 10 ആയത്തെങ്കിലും പള്ളിയിലെത്തിയിട്ട് ഓതണം എന്ന് നിയത്ത് വെക്കാം. ഇനി നാളെ നമുക്ക് ദുഃഖം ഉണ്ടാകുക എപ്പോഴാണ്? അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ 10 ആയത്ത് ഓതാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും കാരണത്താൽ കുറച്ച് ലേറ്റ് ആയാലും 10 ആയത്ത് ഓതാൻ പറ്റിയിട്ടില്ല എന്നുള്ള ദുഃഖമാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്തിനെത്തിയിട്ടുണ്ട്? അവ്വൽ തക്ബീർ. ജമാഅത്തിൻ്റെ ഫുള്ള് പ്രതിഫലം എപ്പോഴാണ് കിട്ടുക? അവ്വൽ തക്ബീറിന് ജമാഅത്തിൻ്റെ ഒപ്പം കൂടിയാലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇക്കാമത്ത് കൊടുത്തിട്ട് പോകുമ്പോൾ നമുക്കത് പ്രശ്നമേ അല്ല. അവ്വൽ തക്ബീറൊന്നും നമ്മളെ നിയത്തിലേ ഇല്ല അല്ലേ? അപ്പോൾ ഉലുവുൽ ഹിമ്മത്ത്, ഈ ഭൗതിക വിരക്തി പറയുന്നത് സുഹദിൻ്റെ കിതാബുകളിൽ കാണുന്നത് എപ്പോഴും അതുപോലെ തന്നെ. ആ ചിന്ത ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് നാളെ ദുഃഖം ഉണ്ടാവുക ഹറാമ് ചെയ്തതിൻ്റെ പേരിലല്ല. ഇപ്പോൾ ഒരാൾ 10 ആയത്ത് ഓതിയിട്ടില്ലാന്ന് തൊട്ട് അയാൾ ചെയ്ത് ഹറാമൊന്നുമല്ല, ഒരു പുണ്യകർമ്മം അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഹറാമ് ചെയ്തിട്ടില്ല. നമസ്കാരത്തിൻ്റെ അവസാന മിനിറ്റിലേക്ക് നമ്മൾ പോയത്. കാരണം അപ്പുറം പോയാലും പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഹറാമിൻ്റെ തൊട്ടടുത്ത് തന്നെ പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ആദ്യം നോട്ടം ഒഴിവാക്കണം. അതൊന്നും പ്രശ്നമില്ല, നോട്ടമൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാർ വ്യഭിചരിച്ച് കഴിഞ്ഞാലും പിന്നെ അവർക്ക് വലിയ ദുഃഖം കാണുമല്ലോ. നേരെ മറിച്ച് നോട്ടം ശ്രദ്ധിച്ച ആൾക്കാർക്ക് എന്താണ്? ആ നോട്ടം ഒന്ന് നോക്കിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വരും അല്ലേ? അതേപോലെ തന്നെ നമസ്കാരം നഷ്ടപ്പെട്ടതിനല്ല നമുക്ക് ദുഃഖം വരേണ്ടത്. അവ്വൽ തക്ബീർ നഷ്ടപ്പെടുമ്പോൾ ആദ്യം ദുഃഖം വരണം. പിന്നെ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണം? നേരത്തെ പള്ളിയിലെത്തി
നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പള്ളിയിലെത്തി പള്ളിയിൽ നമസ്കാരത്തിനായി കാത്തിരിക്കുമ്പം എന്തിൻ്റെ പ്രതിഫലമുണ്ട്? നമസ്കാരത്തിലുള്ള പ്രതിഫലമുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പള്ളിയിൽ പോവുക. അതാണ് ഉലൂവുൽ ഹിമ്മ എന്ന് പറയുന്നത്, ഉന്നത ലക്ഷ്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് നാളെ ദുഃഖം ഉണ്ടാവുക ഹറാമ് ചെയ്തതിൻ്റെ പേരിലല്ല, എന്താണ് ആ ഉന്നതമായ പ്രതിഫലം നഷ്ടപ്പെട്ടതിന്. അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഇത്. അല്ലാതെ ഈ വേലിക്കകത്ത് ഈ ബൗണ്ടറിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കെട്ടിയിടുക. കാരണം ബസ് ഓടുമ്പോൾ അതിൽ കയറാനുള്ള ലക്ഷ്യത്തിൽ അത് ലക്ഷ്യം വെക്കരുത്. നമ്മളെപ്പോഴും എന്താണ് കുറേ ഇങ്ങോട്ട് നിൽക്കുക. നമസ്കാരത്തിൻ്റെ വിഷയമല്ല, ഏത് വിഷയമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വ്യഭിചാരം ഇത് പറഞ്ഞതുപോലെ ഒരു ഹറാമിൻ്റെ അടുത്തേക്കേ നമ്മൾ നോക്കരുത്. ആ ഭാഗം തന്നെ നമ്മൾ വിട്ടുകളയും. പലരും ഹറാമിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? കൂട്ടുകെട്ടാണ്. അവർ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെ പോകാതിരിക്കുക എന്ന് പറയും. ആ കൂട്ടുകെട്ട് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഉപകാരമില്ലാത്ത കൂട്ടുകെട്ടാണ്. അപ്പോൾ അതാണ് ഉലൂവുൽ ഹിമ്മ എന്ന് പറയുന്നത്. അതാണ് സുഹദ് എന്ന് പറയുന്നത്. അതാണ് ഐഹിക വിരക്തി എന്ന് പറയുന്നത്. ഉപകാരമില്ലാത്ത, പരലോകത്തേക്ക് ഉപകാരമില്ലാത്ത എന്ത് ചെയ്യുക? മാറ്റിവെക്കാന്നുള്ള, കുടുംബബന്ധം തകരാൻ അങ്ങനത്തെ ഒന്നുമില്ല അതിൽ. അപ്പോൾ അതാണ്. അപ്പോൾ ദുനിയാവിനോട് വിരക്തി കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? പരലോകം ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം സുഖകരമാകും. അല്ലാതെ ദുനിയാവിൽ കുറേ സമ്പത്ത് തരുമെന്നല്ല പറഞ്ഞത്. അള്ളാഹു എന്താണ് പറഞ്ഞത്? സൂറത്തു നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ മൻ അമില സ്വാലിഹൻ, ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തു, മിൻ ദക്കരിൻ ഔ ഉൻസ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, വാഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസി ആയിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ എന്താണ് ബാക്കി? ഫല നുഹിയന്നഹു ഹയാത്തൻ തയ്യിബത്തൻ, കുറേ പൈസ തന്നിട്ട് ജീവിക്കാൻ പറ്റുമെന്നോ, കുറേ സമ്പത്ത് സന്താനങ്ങളെ തന്ന് ജീവിക്കാൻ പറ്റുന്നോ, സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നോ അല്ല. പിന്നെയോ ഫല നുഹിയന്നഹു, അവൻ ജീവിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ജീവിക്കുക? ഹയാത്തുൻ ത്വയ്യിബത്തൻ, നല്ല ഒരു ജീവിതം നാം അവന് നൽകുന്നതാണ്. വല നജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ അഹ്സൻ എന്നാണ് പറഞ്ഞത്. ഏറ്റവും നല്ലതിന് നാം എന്ത് ചെയ്യും? അവർക്കുള്ള പ്രതിഫലം നൽകും. അത് പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പ്രവർത്തിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണോ അതനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സുഹദിൻ്റെ ആൾക്കാർ പറയുന്നത് എന്താണ്? ഉലൂവുൽ ഹിമ്മ, ആ പദം, ഉന്നത ലക്ഷ്യങ്ങൾ വെക്കുക. അപ്പം നമ്മൾ നാളെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക ഹറാമ് ചെയ്തതിൻ്റെ പേരിലായിരിക്കില്ല, മറിച്ചെന്താണ്? ഒരു പുണ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഇവിടെ ഉസൈമിനി ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഫല നുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബത്തൻ എന്നാണ് പറഞ്ഞത്. ജീവിതം സമാധാനപൂർണ്ണമാകും എന്നാണ് പറഞ്ഞത്. ധാരാളം സമ്പത്തും സന്താനങ്ങളും നൽകുന്നല്ല. കാരണം സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും എന്തായിക്കൊള്ളുന്നില്ല, ജീവിതം നന്നാണെന്നില്ല. സന്താനങ്ങൾ കൂടുതലുണ്ടായാലും എന്തായിക്കൊള്ളുന്നില്ല, ജീവിതം നന്നാണെന്നില്ല. വലിയ വീടും വലിയ കാറും ഉണ്ടായെന്ന് വെച്ചിട്ട് എന്താണെന്നില്ല, ജീവിതം നന്നാണെന്നില്ല. അപ്പോൾ ആ ജീവിതം എങ്ങനെയായിരിക്കും? നല്ല ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണ്? നന്ദിയും ക്ഷമയിലും അധിഷ്ഠിതമായ ജീവിതമാണ്. ഏതാ ഹദീസ്? അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവനെല്ലാം ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത്തരം ഒരവസ്ഥ ഒരാൾക്കുമില്ല. ആർക്കല്ലാതെ? സത്യവിശ്വാസിക്കല്ലാതെ അങ്ങനെ ഒരവസ്ഥ ഇല്ല. അപ്പോൾ ആ അവസ്ഥ എന്താണ്? ഇവൻ എന്ത് ചെയ്യും? എന്ത് കാരണത്താലാണ്? ഇൻ അസാബത്തുഹു സറ ശക്ര, അതിൽ അഹങ്കരിക്കുകയില്ല. ഐശ്വര്യം ബാധിച്ചാൽ എന്ത് ചെയ്യും? അഹങ്കരിക്കല്ലേ, പടച്ചോന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറല്ലഹു, അപ്പോൾ അവന് അത് ഖൈറാണ്. വൈൻ അസാബത്തുഹു ദറാ, ഇനൊരു ദുരിതം ബാധിച്ചാലോ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറല്ലഹു, അപ്പോൾ അവൻ്റെ ജീവിതം മൊത്തം എന്താണ്? ക്ഷമയും നന്ദിയും മാത്രമാണ്. ദുരിതം ബാധിച്ചാൽ ക്ഷമ കാണിക്കും, സമ്പത്ത് കിട്ടിയാൽ അമിതമായി സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, അഹന്ത കാണിക്കുകയല്ല, പിന്നെന്താണ്? ശുക്ർ കാണിക്കും എന്നാണ്. അതാണ് ബാക്കി തഫ്സീറുകളിൽ വന്ന വ്യാഖ്യാനം. അതുമായി ബന്ധപ്പെട്ട് ഈ അമാനി മൗലവി പറയുന്നത് വളരെ നല്ല പോയിൻ്റാണ്. കുറേ പോയിൻറ്റ്സ് അതുകൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു പേജിൻ്റെ അടുത്തുണ്ട്. ഐഹിക ജീവിതത്തിൻ്റെ ആകത്തുകയും അതിൻ്റെ യഥാർത്ഥ നിലപാടും അള്ളാഹു ഈ വചനത്തിൽ വിവരിച്ചിരിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം അത് സ്പഷ്ടമാകും. തുടർന്ന് കൊണ്ട്
പരലോകത്ത് ലഭിക്കുവാനുള്ളത് എന്തെല്ലാമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭൗതികവാദം വെച്ചു പുലർത്തുന്നവർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യുക്തിവാദികളെ ഭൗതികവാദികളെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ട. എന്നോ കേവലം ഭൗതികവാദികളല്ലാത്ത ചില ആളുകൾ പോലും അവരുടെ ചില പ്രസ്താവനകളിൽ ഐഹിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും ഒരേ അളവ് കോല് കൊണ്ട് അളന്നും ഒരേ കട്ടി കൊണ്ട് തൂക്കിയും വിലയിരുത്തുന്നത് കാണാം. എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നിസ്സാരാക്കണം, പരലോകത്തെ നിസ്സാരാക്കണം. ഇവിടെ പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കുക, ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ളത് നോക്കുക. ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നതും പരലോകത്ത് സുഖമായിട്ട് ജീവിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. അതായത് പരലോകത്തെ അളക്കുന്നതും ഇഹലോകത്തെ അളക്കുന്നതും ഒരേ അളവ് പോലുണ്ട്. പരലോകത്തെ തൂക്കുന്നതും ഇഹലോകത്തെ തൂക്കുന്നതും ഒരേ കട്ടി കൊണ്ട്. എന്നിട്ടോ മറ്റു ചിലരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ അള്ളാഹുവും റസൂലും മനുഷ്യൻ്റെ വിജയമായി കണക്കാക്കുന്നത് ഐഹിക ജീവിതത്തിൻ്റെ വിജയം മാത്രമാണെന്നും തോന്നിപ്പോകും. അപ്പോൾ അള്ളാഹ് പറഞ്ഞതും റസൂല് പറഞ്ഞതും നമ്മൾ സ്വീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുക? ഭൗതിക ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അവരെ വർത്തമാനം കേട്ടാൽ തോന്നും എന്താണ്? ഇഹലോകത്ത് സുഖമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നെന്ന് തോന്നും. അവരെന്ത് ഒഴിവാക്കി? ഈ പറഞ്ഞതുപോലെ പരലോകവും അവർ മറന്നുപോയി. ഇങ്ങനെയുള്ളവരെല്ലാം ഈ ഖുർആൻ വചനവും ഇതുപോലെയുള്ള മറ്റു ഖുർആൻ വചനങ്ങളും തുറന്ന മനസ്സോടെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ കലയുടെയോ കായികാഭ്യാസത്തിൻ്റെയോ സൗന്ദര്യാസ്വാദനത്തിൻ്റെയോ മറ്റോ പേരുകളിൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന കളി വിനോദങ്ങൾക്കും 1960-70 കാലഘട്ടത്തിൽ എഴുതിയാണ് കേട്ടോ ഇത്. അത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി ആ പറഞ്ഞത്. കളി വിനോദങ്ങൾക്കും കാലത്തിനൊത്ത് ജീവിത നിലവാരം ഉയർത്തേണ്ടതാണെന്നും മറ്റുമുള്ള ന്യായീകരണങ്ങളോടെ സർവത്ര കാണപ്പെടുന്ന ആഡംബര തൽപരതക്കും ഇസ്ലാമിൻ്റെ അംഗീകാരം കൂടി വാങ്ങിക്കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന പുരോഗമനവാദികളും ഇത്തരം വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കും. എന്താ ആ പറഞ്ഞത്? എന്താണ് അത്? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കണം എന്ന് പറയണം. അതായത് കാലത്തിനനുസരിച്ച് എന്ത് മാറ്റണം? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറ്റണം എന്നാവശ്യപ്പെടുന്നു. ഇത് എപ്പോൾ എഴുതിയാണ്? 10-40 കൊല്ലം മുമ്പ് എഴുതിയാണ്. ഓക്കെ, ഐഹിക സുഖങ്ങളെല്ലാം വർജിക്കണമെന്നോ പാടില്ലാത്തതാണെന്നോ ഈ പറഞ്ഞതിന് അർത്ഥമാക്കേണ്ടതില്ല. എന്ത് മൊത്തമായിട്ട് ഐഹിക ജീവിതം ഒഴിവാക്കണം എന്നല്ല, അങ്ങനെ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സന്യാസം അത്യാവശ്യമായ അളവിൽ മാത്രം വിനിയോഗിക്കുക, ഉപയോഗിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചും പാരത്രിക നന്മക്ക് ഉതകുന്ന വിധത്തിലും ആയിരിക്കുക. ഇതാണ് വേണ്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരലോകത്തേക്ക് സമ്പാദിക്കുവാനുള്ള വിളനിലമായിട്ടാണ് ഐഹിക ജീവിതത്തെ കണക്കാക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സുഹൃദ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും പരലോകത്ത് എനിക്ക് ഗുണമുണ്ടാവുമോ എന്ന് ആലോചിക്കും. ഇപ്പോൾ ഒരാളെ സഹായിക്കുകയാണ്, അയാൾക്ക് ഭൗതികം എന്താണ്, ഐഹികമായിട്ട് അയാൾക്ക് ഉപകാരമാണ്. ഞാനെന്താണ് ലക്ഷ്യം വെക്കേണ്ടത് അത് മുഖേന? അല്ലെങ്കിൽ ഞാനെന്താണ് ആലോചിക്കുക? പരലോകത്ത് എനിക്ക് ഗുണമുണ്ടാവുമെന്നാണ് ആലോചിക്കുക. നാളെ അയാളുടെ നിന്ന് എനിക്ക് നന്ദി കിട്ടുമെന്നല്ല. ഭൗതിക ജീവിതത്തിൻ്റെ പ്രാധാന്യം ബാഹ്യദൃഷ്ടിയിൽ എന്തു തന്നെ ആയിരുന്നാലും ശരി, ഉപമാരൂപത്തിൽ അള്ളാഹു കാട്ടിയതുപോലെ യഥാർത്ഥത്തിൽ അത് നശ്വരവും ക്ഷണികവുമാണല്ലോ. പിന്നീടുള്ളത് ശാശ്വതമായ പരലോക ജീവിതമാണ്. അവിടെയാണെങ്കിൽ ഒന്നുകിൽ കഠിന ശിക്ഷ, അല്ലെങ്കിൽ പാപമോചനവും പ്രീതിയും. അഥവാ ഐഹിക ജീവിതത്തിൽ വഞ്ചിതരായവർക്ക് കഠിന ശിക്ഷയും അതിൽ വഞ്ചിതരാകാതെ രക്ഷപ്പെട്ടവർക്ക് പാപമോചനം പ്രീതിയുമായിരിക്കും ലഭിക്കുക. ഇതിലേത് വേണമെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക. ഇത് നമ്മളെടുത്താണ്. ഇത്രയും പഠിച്ചു, ഇനി തീരുമാനിക്കുക ഏത് തിരഞ്ഞെടുക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് സാരം. ആർക്കും അമളി പിണയാതിരിക്കുവാൻ വേണ്ടി വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മത്താഉൽ ഊറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം എന്നൊരു താക്കീതും അള്ളാഹു നൽകിയിരിക്കുന്നു. അവസാന ഭാഗത്ത് എന്താണ്? നിങ്ങൾ എന്ത് കളിച്ചാലും ശ്രദ്ധിക്കണം. എന്താണ്? ഐഹിക ജീവിതം എന്തുമാത്രമാണ്? വഞ്ചനയുടെ വിഭവം മാത്രമാണ് എന്നൊരു താക്കീതും അള്ളാഹു നൽകിയിരിക്കുന്നു. പോരാ, പാപമോചനവും പ്രീതിയും അനുഭവിക്കാൻ മുന്നോട്ട് വരണമെന്ന് വാത്സല്യപൂർവ്വം തുടർന്നുള്ള വചനത്തിൽ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ആയത്തിൻ്റെ അർത്ഥം മാത്രം നോക്കാം. യഅലമു
അറിയുക, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തു ദുന്യ, ഇഹലോക ജീവിതം എന്നത് ലഅബുൻ വലഹുൻ, എന്താണ്, കളിയും വിനോദവും മാത്രമാണ്. വസീനത്തുൻ, അലങ്കാരവുമാണ്. വതഫാഖുറും ബൈനക്കും, പരസ്പരം എന്താണ്, അതെ, ഫഖർ പറയുക, ദുരഭിമാനം നടിക്കൽ. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, എന്താണ്, സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാകുന്നു ഐഹിക ജീവിതം. ആ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു തീർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉപമയാണ് പറയുന്നത്. കമസലി ഖൈസിൻ, ഒരു എളുപ്പം മനസ്സിലാകാൻ വേണ്ടി നമ്മൾ സാധാരണ കാണുന്ന ഒരു ഉപമ ഏതുപോലെ, ഒരു മഴയെ പോലെയാണ്, അല്ലെങ്കിൽ മഴയുടെ ഉദാഹരണം പോലെയാണ്. അഅജബൽ കുഫാറ നബാതുഹു, കർഷകരെ അത്ഭുതപ്പെടുത്തി എന്ത്, അതിൻ്റെ ചെടികൾ. സുമ്മ യഹീജു, പിന്നീട് അത് വാടിപ്പ് ഉണങ്ങുന്നു. ഫതറാഹു മുസ്ഫറൻ, അപ്പോൾ നിങ്ങൾ അതിനെ മഞ്ഞവർണ്ണം പൂണ്ടതായിട്ട് കാണും. സുമ്മ യകൂനു ഹുതാമൻ, പിന്നീട് അത് തുരുമ്പിച്ചു പോകും. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ഇനി പരലോകമാണ് പറയുന്നത്. പരലോകത്തിൽ 2 ഓപ്ഷനാണ്. എന്താണ്, അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, എന്താണ്, സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അവർക്ക് എന്താണുള്ളത്, മഗ്ഫിറത്ത്, പാപമോചനം, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമാണ്. വമൽ ഹയാത്തു ദുനിയ, അതാണ് അമാനി വഴി പറഞ്ഞത്. അവസാനം ഒരു താക്കീതോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. എന്ത്, ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കാം, ദുനിയാവ് തിരഞ്ഞെടുക്കാം, ആഖിറത്ത് തിരഞ്ഞെടുക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണ്, വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ, എന്താണ്, ഈ ഐഹിക ജീവിതം എന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. വല്ലാത്ത ആയത്താണ്. ഐഹിക ജീവിതം വിശദീകരിക്കുന്ന 2-3 ആയത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആയത്താണത്. ഒന്ന് ഏതാണ്, എല്ലാം വരച്ച് കാണിക്കുന്നുണ്ട്, വളരെ എളുപ്പം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് വായിച്ച് പിന്നെ കുറച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മളത് മറന്നു, പിന്നെ എന്തിലും മയങ്ങിപ്പോവാണ്, ഐഹിക ജീവിതത്തിൽ നമ്മൾ മയങ്ങിപ്പോവാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.